കുട്ടനാട് തുരുത്തി മുളക്കാന്തുരുത്തി വിയ്യപുരം റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി വേണമെന്ന് ആവശ്യം. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തിപ്പെടുമെന്ന് സൂചന. ഒറ്റ മഴയ്ക്ക് മുങ്ങിപ്പോകുന്ന റോഡ് ഉയർത്തിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തുരുത്തി മുളക്കാന്തുരുത്തി വിയ്യപുരം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലെ അപാകത പരിഹരിക്കണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു. ഒറ്റ മഴയ്ക്ക് മുങ്ങുന്ന റോഡ് ഉയർത്തിപ്പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി. തുടങ്ങിയും മുടങ്ങിയും വീണ്ടും തുടങ്ങിയും ഇഴഞ്ഞു നീങ്ങിയുമൊക്കെയാണ് തുരുത്തി മുളക്കാന്തുരുത്തി വിയ്യപുരം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങളിൽ ഉടക്കി പലതവണയാണ് റോഡ് നിർമ്മാണം നിർത്തിവെച്ചത്. ഒടുവിൽ പഴയ കരാറുകാരനെ ഒഴിവാക്കി പുതിയ കമ്പനിയെ നിർമ്മാണ ജോലികൾ ഏൽപ്പിച്ചു. എന്നാൽ നിർമ്മാണത്തെ സംബന്ധിച്ച് ഇപ്പോഴും പരാതി ഉയരുകയാണ്. 2018 വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡ് ഉയർത്തി നിർമ്മിക്കണമെന്നുള്ളത് നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യമായിരുന്നു. പ്രളയമുണ്ടായാൽ അതിനെ അതിജീവിക്കുന്ന തരത്തിൽ ആവും നിർമ്മാണം എന്ന് കരുതിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ നിർമ്മാണ രീതി അനുസരിച്ച് ചെറു വെള്ളപ്പൊക്കം പോലും റോഡിനെ ബാധിക്കുമെന്ന സ്ഥിതിയാണുള്ളത്. 1.5 മീറ്ററെങ്കിലും ഉയർത്തി നിർമ്മിച്ചെങ്കിലേ പ്രയോജനമുള്ളൂ എന്ന് നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ വിനയചന്ദ്രൻ പറയുന്നു. 2018 പ്രളയത്തിന് ശേഷം തുരുത്തി മുതൽ വിയ്യപുരം വരെയുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഏകദേശം 6 വർഷത്തോളമായിട്ട് പല സാങ്കേതികമായ പ്രശ്നങ്ങളാൽ റോഡ് പണി മുടങ്ങിയും ഒക്കെയായിട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ കഴിഞ്ഞ വർഷം പുതിയ കമ്പനി നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തെങ്കിലും നിലവിൽ ഈ റോഡ് പണിയുന്നതിന്റെ ഉയരം വളരെയധികം കുറവാണ്. നിലവിൽ നിൽക്കുന്ന റോഡിന്റെ അതേ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ചെറിയ വെള്ളപ്പൊക്കം വന്നാൽ പോലും ഒരു വർഷകാലം ആരംഭത്തിന്റെ തുടക്കത്തിൽ തന്നെ വാലടി മുതൽ മുളക്കാന്തുരുത്തി വരെയുള്ള റോഡും വാലടി മുതൽ കിടങ്ങറ വരെയുള്ള റോഡും മുങ്ങിപ്പോവുകയും ഈ പ്രദേശത്തൂടെയുള്ള ഗതാഗത സൗകര്യങ്ങൾ അപ്പാടെ നിലച്ചു പോകുന്ന സ്ഥിതിവിശേഷമാണ് വർഷങ്ങളായിട്ടുള്ളത്. ഈ റോഡ് പുനർനിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉയരം വർദ്ധിപ്പിച്ച് സാധാരണ വെള്ളപ്പൊക്കത്തിനെ അതിജീവിക്കുന്ന തരത്തിൽ റോഡ് രൂപമാറ്റം വരും എന്നായിരുന്നു ഞാൻ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ റോഡിന്റെ DPR തയ്യാറാക്കിയപ്പോൾ നിലവിലുള്ള ഉയരത്തിൽ മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് മുന്നോട്ട് പോകുന്നത്. DPRലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KSTP അധികൃതർക്ക് നിവേദനം നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആരോപണം. വർഷകാലം ആരംഭിക്കുമ്പോൾ തന്നെ വാലടി മുതൽ മുളക്കാന്തുരുത്തി വരെയും വാലടി മുതൽ കിടങ്ങറ വരെയുമുള്ള ഭാഗം വെള്ളത്തിൽ മുങ്ങും. ഈ സാഹചര്യത്തിൽ ഉയരം വർദ്ധിപ്പിച്ച് റോഡ് നിർമ്മിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിലവിലുള്ള അതേ ഉയരം തന്നെയാണ് ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉള്ളതെന്ന് വിനയചന്ദ്രൻ പറഞ്ഞു. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ റോഡ് നിർമ്മിക്കാൻ അധികാരികൾ തയ്യാറാവണം. കുട്ടനാട് നിയുക്ത MLA ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ടൈം ന്യൂസ്, കുട്ടനാട്.